Hi all, welcome to Studykom MLT Academy. Kerala PSC Lab Technician Examന്റെ നമ്മുടെ 75 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 2 ആണ് ഇന്ന് ഡേ 2ൽ നമ്മൾ ബയോകെമിസ്ട്രി ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡേ 1ലെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡേ 1ലെ മൈക്രോബയോളജി ഏരിയ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഡേ 2ലെ ബയോകെമിസ്ട്രി ഏരിയ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ലാബ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. മെയിൻലി നമ്മുടെ കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, അതുപോലെ നെഫ്ലോമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ, ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് അതിന് ചുറ്റിപ്പറ്റി വരുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പക്ഷേ നമ്മൾ ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്നുണ്ട് ആ ഡിസ്കഷൻ വഴി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഇപ്പോൾ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ ആമസോൺ KDPയിൽ ബുക്കായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബുക്കല്ല, ബുക്കായിട്ട് ആമസോൺ KDP കിൻഡിൽ ആപ്പ് വഴിയാണ് നിങ്ങൾക്കത് റീഡ് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് 99 റുപ്പീസിന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. നമുക്കൊരു ക്വിക്ക് റിവ്യൂ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും എഴുതിയെടുത്ത് പഠിക്കണം. പക്ഷേ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് KDPയിൽ വായിക്കുമ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നൊരു ജസ്റ്റ് ക്വിക്ക് റിവ്യൂ ആയിട്ട് നോക്കാൻ അത് നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നമ്മളെ ലാബ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ബിയർ ലോ, concentration of analyte in a solution is directly proportional to option A transmittance, option B absorbance, option C path length, option D cuvette thickness. അതായത് ബിയർ ലാംബേർട്സ് ലോ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ബിയർ ലോനെ ബേസ് ചെയ്തിട്ട് ഈ കോൺസെൻട്രേഷൻ ഓഫ് അനലൈറ്റ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? ദാറ്റ് ഈസ് അബ്സോർബൻസ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ആൻസർ പറഞ്ഞതെങ്കിലും നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഈ ബിയർ ലോ അല്ലെങ്കിൽ ബിയർ ലാംബേർട്സ് ലോ എന്ന് പഠിക്കേണ്ടതുണ്ട് അല്ലേ? ബിയർ ലോ അല്ലെങ്കിൽ ബിയർ ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മളൊരു സൊല്യൂഷനിലൂടെ അല്ലെങ്കിൽ കളേർഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ്, നമ്മളൊരു ലൈറ്റ് ഈ ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, കുറച്ച് ലൈറ്റിനെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ അബ്സോർബ് ചെയ്യുകയാണ്. ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുവഴി അവർ കടന്നു പോകുന്ന ലൈറ്റാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസ് എത്ര കോൺസെൻട്രേഷൻ ഉണ്ടോ ആ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ബിയർ ലോ പറയുന്നത്. നമുക്ക് നോക്കാം. ബിയർ ലോ നോക്കാം. ബിയർ ലോ എന്ന് പറഞ്ഞാൽ അബ്സോർബൻസ്, വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ, അബ്സോർബൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്നുള്ളതാണ്. അബ്സോർബൻസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ. അബ്സോർബൻസിന് നമ്മൾ A എന്നും കോൺസെൻട്രേഷന് C എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A ഈസ് പ്രൊപ്പോർഷണൽ ടു C എന്നുള്ള രീതിയിൽ കിട്ടും. അബ്സോർബൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് ലാംബേർട്സ് ലോ എന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ബിയർ ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു ലോ ഒറ്റ ഇക്വേഷൻ ആയിട്ടാണ് പഠിച്ചതെങ്കിലും ഇത് രണ്ട് ലോസ് ആണ് കേട്ടോ. ഈ ലാംബേർട്സ് ലോയിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ അബ്സോർബൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? പാത്ത് ലെങ്ത് ഓഫ് മീഡിയത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബിയർ ലോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ലാംബേർട്സ് ലോ പറയുന്നത് എന്താ വെച്ചാൽ ഈ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്, ആ ക്യുവറ്റിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. പാത്ത് ലെങ്ത് നമുക്ക് B ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ
ബീർ ലോയിൽ പറഞ്ഞത് അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ. ലാംബേർട്സ് ലോയിൽ പറഞ്ഞത് അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാത്ത് ലെങ്ത്. ബി ആയിട്ട് പാത്ത് ലെങ്ത് എടുത്തു. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് പറയാം? അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളവിടെ അതിനെ ഈക്വൽ ആക്കുമ്പം നമുക്കിവിടെ ഒരു എപ്സിലോൺ ഇട്ടിട്ട് പറയാം, അല്ലെങ്കിൽ സ്മോൾ എ ഇട്ടിട്ട് പറയാം കേട്ടോ. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ദ ABC എന്നുള്ള രീതിയിൽ പറയും. എ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ അബ്സോർപ്റ്റിവിറ്റി ആണ്. മോളിക്കുലാർ അബ്സോർപ്റ്റിവിറ്റി ആണ് എന്ത്? ഈ എ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം. അതായത് ബീർ ലോ പറയുന്നത് ആ സൊല്യൂഷൻസ് അബ്സോർബ് ചെയ്യുന്ന അബ്സോർബൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അബ്സോർബൻസ്. ലാംബേർട്സ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാത്ത് ലെങ്ത് ഓഫ് ക്യുവറ്റ്, അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ഓഫ് മീഡിയം എന്നുള്ളതാണ്. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അബ്സോർബൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ബോത്ത് കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത് എന്ന് പറയും. സോ എ ഈസ് ഈക്വൽ ടു ABC എന്നോ എ ഈസ് ഈക്വൽ ടു എപ്സിലോൺ C രീതിയിലും, കാരണം പല രീതിയിലും നമുക്ക് അതിൻ്റെ ഇത് കൊടുക്കുന്നതുകൊണ്ട് അത് മാറും. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ABC എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം. ഇത് മോളിക്കുലാർ അബ്സോർപ്റ്റിവിറ്റി ആണ്. ബി എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പം ക്വസ്റ്റ്യനിൽ ബീർ ലോ മാത്രം ചോദിക്കാം, ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ലാംബേർട്സ് ലോ മാത്രം ചോദിക്കാം. ഓക്കെ, ഈ ഒരു ലോൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മളെ കളറിമീറ്ററും അതുപോലെ തന്നെ സ്പെക്ട്രോഫോട്ടോമീറ്ററും വർക്ക് ചെയ്യുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഈ ബീർ ലാംബേർട്സ് ലോ പ്രിൻസിപ്പിളാണ് കളറിമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പഠിച്ച ABC അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു A ഈസ് ഈക്വൽ ടു ABC, സ്മോൾ ABC. പക്ഷെ അതല്ലാണ്ട് ഈ ഒരു ഇക്വേഷൻസും കൂടി, ഞാൻ ഇതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് മാത്രം ഇത് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നമുക്ക് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഈ ഒരു ഇക്വേഷൻസ് വരാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. കാരണം അബ്സോർബൻസിൻ്റെ മറ്റൊരു ഇക്വേഷൻസ് ആണ് അബ്സോർബൻസ് A ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് T. T എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്മിറ്റൻസ് ആണ് കേട്ടോ. ട്രാൻസ്മിറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ്, നമ്മളൊരു സൊല്യൂഷനിലേക്ക് വരുന്നത് ഇത് ഇൻസിഡൻറ്റ് ലൈറ്റാണ്, I0 എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ നിന്ന് കടന്നു പോകുന്ന ലൈറ്റാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. സോ ഈ ട്രാൻസ്മിറ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ലൈറ്റ് ഓഫ്, അതായത് റേഷ്യോ ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ടു ദി ഇൻസിഡൻറ്റ് ലൈറ്റ് എന്നുള്ള രീതിയിൽ IT/I0 എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നമുക്ക് അബ്സോർബൻസിൻ്റെ മറ്റൊരു ഇക്വേഷൻസ് കിട്ടി. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ദി മൈനസ് ലോഗ് T, അല്ലെങ്കിൽ അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ദി മൈനസ് ലോഗ് എന്താണ് IT/I0 എന്ന്. കാരണം നമുക്ക് അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒരിക്കലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണ് വരുന്നത്? ട്രാൻസ്മിറ്റൻസ് ആണ് വരുന്നത്. അബ്സോർബൻസ് കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്മിറ്റൻ്റ് കുറയും അല്ലേ? ഇപ്പം കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു ലൈറ്റിനെ ഈ ഒരു സൊല്യൂഷൻസ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കുറയും. സോ അതുകൊണ്ടാണ്, പിന്നെ അതിന്നാണ് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇനി മൈനസ് ഒഴിവാക്കിയിട്ട് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. A ഈസ് ഈക്വൽ ടു ലോഗ് 1/T എന്നുള്ള രീതിയിൽ, ലോഗ് 1/T എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, A ഈസ് ഈക്വൽ ടു 2 മൈനസ് ലോഗ് %T എന്നുള്ളത്. %Tയിൽ പറയുമ്പോൾ 2 മൈനസ് ലോഗ് %T. ഈ ഒരു 3 ഇക്വേഷൻസും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. A ഈസ് ഈക്വൽ ടു ABC, A ഈസ് ഈക്വൽ ടു ലോഗ് 1/T, A ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് T, A ഈസ് ഈക്വൽ ടു 2 മൈനസ് ലോഗ് %T. ഇത്രയും ഇക്വേഷൻസ് ചിലപ്പം എക്സാമിന് ചോദിക്കുക. ഞാനത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം in all the following instrument filters can be used for producing monochromatic light except option A spectrophotometer, option B colorimeter, option C photometer, option D fluorometer.
താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാത്തത് ഏതാണെന്നുള്ളത്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റേഴ്സും അതുപോലെ മോണോക്രോമാറ്ററും പ്രിസം ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യും. അതിൽ ഫിൽറ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ. ദാറ്റ് ഈസ് ആൻസർ ഏതാണ്? യെസ്, സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ അപ്പം സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ മോണോക്രോമാറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ് അല്ല. അപ്പോൾ എവിടെയാണ് ഫിൽറ്റേഴ്സ് മോണോക്രോമാറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കളറിമീറ്ററിൽ നമ്മൾ ഫിൽറ്റേഴ്സാണ് മോണോക്രോമാറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് അതുപോലെ പ്രിസം ഒക്കെയാണ് മോണോക്രോമാറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എന്താണ് ഈ കളറിമീറ്ററും അതുപോലെ സ്പെക്ട്രോഫോട്ടോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററും കളറിമീറ്ററും ബീർ ലാംബേർട്ട്സ് ലോ എന്നുള്ള പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, ഇപ്പോൾ കളറിമീറ്ററിലാണെങ്കിൽ നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ മെയിൻലി ഈ ഒരു കളറിമീറ്റർ അതുപോലെ സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഓരോന്നും ഡിഫറൻഷ്യേറ്റ് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബീർ ലാംബേർട്ട്സ് ലോ ആണ് അല്ലേ. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ അബ്സോർബൻസ് ഓർ ട്രാൻസ്മിറ്റൻ്റ് ഓഫ് ലൈറ്റ് അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് യൂസിങ് എ മോണോക്രോമാറ്റ്. നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് അബ്സോർബൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻ്റ് ആയിരിക്കും അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള യൂസിങ് മോണോക്രോമാറ്ററാണ്. കളറിമീറ്ററിലും അത് തന്നെയാണ്. നമ്മൾ മെഷർ ചെയ്യുന്നത് യൂസിങ് മെഷർ അബ്സോർബൻസ് യൂസിങ് ഫിക്സ്ഡ് ഓർ ബ്രോഡ് ബാൻഡ് ലൈറ്റ് ഫിൽറ്റേഴ്സ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മോണോക്രോമാറ്റർ ആണെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിംഗിൾ വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ മോണോക്രോമാറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബീർ ലാംബേർട്ട്സ് ലോ ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് ലൈറ്റ് സോഴ്സ് ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിൽ അവിടെ നമുക്ക് വിസിബിൾ ലൈറ്റും അതുപോലെ UV ലൈറ്റും വരുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ സാധാരണ വിസിബിൾ ലൈറ്റിലുള്ള ഇത് മാത്രമല്ല, നമുക്ക് UV ലൈറ്റിനും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വിസിബിൾ റീജിയൻസിലാണ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ലൈറ്റ് സോഴ്സ് ആയിട്ട് എടുക്കേണ്ടത് ടങ്സ്റ്റൺ ഓർ ഹാലജൻ ലാമ്പാണ് എടുക്കേണ്ടത്. ടങ്സ്റ്റൺ ലാമ്പ് പഠിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ നമ്മളെടുത്ത് തെറ്റിപ്പോവും. കാരണം നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുക ഈ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പ് കളറിമീറ്ററിനും അതേപോലെ തന്നെ ഡ്യൂട്ടീരിയം ലാംപ്സ് സിനോൺ ലാമ്പൊക്കെ ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നിന്ന് പഠിച്ചു വെക്കും. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിസിബിൾ ലൈറ്റിനാണ് ഈ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതല്ല UV ലൈറ്റിനാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഡ്യൂട്ടീരിയം സിനോൺ ലാമ്പൊക്കെ നമുക്ക് എന്തായിട്ട് ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കളറിമീറ്ററിലാണെങ്കിൽ നമുക്ക് ടങ്സ്റ്റൺ ലാമ്പ് ഹാലജൻ ലാമ്പൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ അതായത് വൈറ്റ് ലൈറ്റിൻ്റെ സോഴ്സുകളാണ്, വിസിബിൾ ലൈറ്റിൻ്റെ സോഴ്സുകളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പൊക്കെ. LED-യും അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേവ് ലെങ്ത് സെലക്ടറായിട്ട് അപ്പോൾ ലൈറ്റ് സോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് സോഴ്സിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്സ് ഉണ്ടാവും അല്ലേ. അതിൽ നിന്ന് നമുക്കൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് കിട്ടണം. അതിന് നമ്മളൊരു മോണോക്രോമാറ്റർ യൂസ് ചെയ്യും. അത് നമ്മളിവിടെ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത് പ്രിസം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആണ്. ആ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നാൽ കളറിമീറ്ററിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കളർ ഫിൽറ്റേഴ്സാണ്. അത് പഠിച്ചു വെക്കണം. ഇതിൽ പ്രിസം ഓർ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങും കളറിമീറ്ററിൽ ഫിൽറ്റേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാമ്പിൾ ഹോൾഡ് ചെയ്യാൻ, നമ്മൾ സൊല്യൂഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്യുവറ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ രണ്ടിലും ക്യുവറ്റ് ഉണ്ടാവും. ഈ ക്യുവറ്റ് എന്ന് പറയുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിൽ ക്വാഡ്സിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ക്യുവറ്റ്സ് ആണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ ക്വാഡ്സ് എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ നമുക്ക് കളറിമീറ്ററിൽ നമുക്ക് ഗ്ലാസിൻ്റെ ഇപ്പോൾ അതായത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യുവറ്റ്സോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ക്യുവറ്റ്സ് എന്ന് പറയുന്നത് ക്വാഡ്സ് ഗ്ലാസ്. നമ്മൾ ഓൾറെഡി ഗ്ലാസിൻ്റെ ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്. 99% സിലിക്കയുള്ള ഗ്ലാസ് ആയിരുന്നു ക്വാഡ്സ് ഗ്ലാസ്. അങ്ങനത്തെ ഗ്ലാസ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ക്യുവറ്റിന് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. കളറിമീറ്ററിലാണെങ്കിൽ നമ്മൾ സാധാരണ ലാബിൽ യൂസ് ചെയ്യുന്ന ബോറോസിലിക്കേറ്റ് ആയിട്ടുള്ള
ക്യുവറ്റ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യുവറ്റ്സോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യണം അല്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിൽ നമ്മൾ ഫോട്ടോ ഡയോഡോ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബോ നമുക്ക് യൂസ് ചെയ്യാം. ഓർത്ത് വെക്കണം, മാറിപ്പോരുത്. കളറിമീറ്ററിൻ്റെ കേസിൽ നമുക്ക് ഫോട്ടോ സെല്ലോ അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റ് ഇൻറ്റൻസിറ്റി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നത് നമ്മളടുത്ത് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ നമുക്ക് ലൈറ്റ് സോഴ്സ് ആയിട്ട് വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിൽ വിസിബിൾ റീജിയൻസിൽ ഈ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പും ഈ യു വിക്ക് വേണ്ടി ഈ ഡ്യൂട്ടീരിയം സിനോൺ ലാമ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കളറിമീറ്ററിൽ വിസിബിൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ടങ്സ്റ്റൺ ഓർ ഹാലജൻ ലാമ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യു വി ഇല്ല അവിടെ. ഇനി നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ മോണോക്രോമാറ്ററായിട്ട് പ്രിസമോ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങോ ആണ് യൂസ് ചെയ്യുന്നത്. കളറിമീറ്ററിൽ നമ്മൾ ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സാമ്പിൾ ഹോൾഡറായിട്ട് ക്യുവറ്റ് എന്ന് പറയുന്നത് ക്വാഡ്സ് ക്യുവറ്റ് ആയിരിക്കും സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ. കളറിമീറ്ററിൽ നമ്മളെ പ്ലാസ്റ്റിക് ഓർ ഗ്ലാസിൻ്റെ സാധാ ഗ്ലാസിൻ്റെ ക്യുവറ്റ് ആയിരിക്കും. ഡിറ്റക്ടറായിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് യൂസ് ചെയ്യുക. കളറിമീറ്ററിൽ ഫോട്ടോ സെൽസ് അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട്, ഡിസ്പ്ലേ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിരിക്കും ഷോ ചെയ്യുന്നത്. അതിൻ്റെ അബ്സോർബൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസ് കാണിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കളറിമീറ്ററിൻ്റെ കേസിൽ ഒന്നെങ്കിൽ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസ്പ്ലേസ് കാണാൻ പറ്റും. പിന്നെ ആക്യുറസി ആൻഡ് പ്രിസിഷൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം കളറിമീറ്ററിനേക്കാളും കുറച്ചുകൂടി ആക്യുറസി പ്രിസൈസ് ആയിട്ടുള്ളത് കിട്ടുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്ററിലാണ്. കാരണം നമുക്കവിടെ വെരി ലോ കോൺസെൻട്രേഷൻസ് വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ലോ കോൺസെൻട്രേഷൻ ചിലപ്പം കളറിമീറ്ററിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി സെൻസിറ്റിവിറ്റിയും ആക്യുറസിയും ഒക്കെ വരുന്നത് ഏതിലാണ്, സ്പെക്ട്രോഫോട്ടോമീറ്ററിലാണ്. പിന്നെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ദാറ്റ് മെഷർ ദ യു വി വിസിബിൾ, മെയിൻലി യു വിയും വിസിബിളും. ഇനി ഇൻഫ്രാറെഡ് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമുക്ക് ഇൻഫ്രാറെഡിൻ്റെ റേഞ്ചും കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കളറിമീറ്ററിൽ നമുക്ക് മെഷർ ഓൺലി വിത്തിൻ ദി വിസിബിൾ സ്പെക്ട്രം. ഈ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ആ ഒരു മെഷർമെൻറ്റ് മാത്രമേ നമുക്ക് കളറിമീറ്ററിൽ പറ്റൂ. ഈ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റേഞ്ചാണ് ഈ 400 to നാനോമീറ്റർ. ഒന്നും ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ ജസ്റ്റ് വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ 400 to 700 നാനോമീറ്റർ ആണ് വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ലൈറ്റിനെ നമുക്ക് 3 സ്പെക്ട്രമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി യു വി സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഇതിന് 400 താഴെ വരുന്നത്, അതായത് 200 to 4000 നാനോമീറ്റർ എന്ന് പറയാം. സോ നമുക്കത് എന്തല്ല വിസിബിൾ അല്ല, യു വിയും ഇൻഫ്രാറെഡും നമുക്ക് വിസിബിൾ അല്ല. നമുക്ക് വിസിബിൾ ആവുന്ന ആ ഒരു നാനോമീറ്റർ ആണ് ഈ 400 to 700 എന്ന് പറയുന്ന വിസിബിൾ സ്പെക്ട്രം. സോ പക്ഷേ നമുക്ക് എന്താണ് ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഈ യു വിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ 200 to 400 ആണ് വരുന്നത്. ഇനി ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിസിബിളിനേക്കാളും മുകളിലുള്ളത് ഗ്രേറ്റർ ദാൻ 700 നാനോമീറ്ററിൽ വരുന്നതാണ് എന്ത്, ഈ ഒരു ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലെക്സ് ആണ്, അതേപോലെ തന്നെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പാണ് എന്ത്, ഈ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ അത് കമ്പയർ ചെയ്യുമ്പം കളറിമീറ്റർ ചീപ്പും കുറച്ചും കൂടി പോർട്ടബിളും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇതിൽ നോട്ട് ചെയ്യേണ്ട, നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റുകൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും കൂടി നോക്കാം. സോ ഇത് നമ്മളുടെ കളറിമീറ്റർ ആണ്. കളറിമീറ്ററിൽ നമുക്ക് ഇത് എന്ത് നോക്കിയത് മനസ്സിലാവും? യെസ്, ഈ മോണോക്രോമാറ്റർ നോക്കിയാൽ മതി അല്ലേ. മോണോക്രോമാറ്റർ എന്തായിരിക്കും? യെസ്, ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് കളറിമീറ്റർ. നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, അതുപോലെ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ലെൻസ് ഉണ്ടാവും. പിന്നെ കണ്ടോ, ഇവിടെ നമുക്ക് പോളിക്രോമാറ്റിക് ലൈറ്റാണ് വരുന്നത്, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ അത് ഫിൽറ്റേഴ്സിലൂടെ നമ്മൾ മോണോക്രോമാറ്ററിലൂടെ കടന്നു പോകുമ്പം പിന്നെ സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കും നമ്മൾ ക്യുവറ്റിലൂടെ പാസ് ചെയ്യുന്നത്. അത് കുറച്ച് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിറ്റക്ടറായിട്ട് നമ്മൾ കളറിമീറ്ററിൽ ഫോട്ടോ സെല്ലോ അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്ററോ ആണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ കളറിമീറ്ററിൽ വരുന്നത്. എന്നാൽ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലെൻസ് ഉണ്ട്. മോണോക്രോമാറ്ററായിട്ട് ഇവിടെ പ്രിസമാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിൻസ് യൂസ് ചെയ്യുക. സാമ്പിളിലൂടെ കടന്നു വന്നതിന് ശേഷം നമുക്ക് എന്തായിരുന്നു, യെസ്, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്തായിട്ടുണ്ടായിരുന്നു,
യെസ്, ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോട്ടോ മൾട്ടിപ്ലയർ ഫോട്ടോ സെൽസ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ച് ഇനി വരുന്ന പി എസ് സിയിലും അങ്ങനെ ചോദിക്കുമെന്നല്ല. പക്ഷേ ഞാൻ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഏത് ഏരിയ ആണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ കൂടി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ലൈറ്റ് സോഴ്സ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഇൻ വിസിബിൾ പോർഷൻ ഓഫ് സ്പെക്ട്രം ഈസ് ഓപ്ഷൻ എ ടങ്സ്റ്റൺ ലൈറ്റൽ ബൾബ്, ഓപ്ഷൻ ബി ഹൈഡ്രജൻ ലാമ്പ്, ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം ലാമ്പ്, ഓപ്ഷൻ ഡി മെർക്കുറി വേപ്പർ ലാമ്പ്. ചോദിച്ചത് സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്, പക്ഷേ ചോദിച്ചിട്ടുള്ളത് വിസിബിൾ പോർഷൻ ഓഫ് സ്പെക്ട്ര. സോ വിസിബിൾ പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരുന്നു? നമ്മൾ ഓൾറെഡി കണ്ടു, ഹൈഡ്രജൻ ലൈറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ലാമ്പായിരുന്നു നമ്മൾ വിസിബിൾ ലൈറ്റിന് വേണ്ടിയിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്ററിലായിക്കോട്ടെ കളറിമീറ്ററിലായിക്കോട്ടെ നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഓരോന്നും വേണമെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ഏതൊക്കെ ലൈറ്റിൽ ഏതൊക്കെ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ വിസിബിൾ റീജിയനിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പും അതുപോലെ LED യും യൂസ് ചെയ്യാം. ഇനി അതല്ല UV റീജിയനിലാണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയം ലാമ്പാണ്. ഇൻഫ്രാറെഡ് റീജിയനിലാണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഈ ഗ്ലോബാർ സിലിക്കൺ കാർബൈഡ് ലാമ്പൊക്കെയാണ് നമ്മൾ ഇൻഫ്രാറെഡ് റീജിയനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, next question, wavelength selector in a spectrophotometer is option A photo detector, option B monochromator, option C filter, ഓപ്ഷൻ ഡി ഗാൽവനോമീറ്റർ. നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് സെലക്ടർ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വേവ് ലെങ്ത് സെലക്ടർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് മോണോക്രോമാറ്റർ. നമ്മൾ പ്രിസം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗും ആണ് ഈ വേവ് ലെങ്ത് സെലക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് പ്രിസം ഈസ് യൂസ്ഡ് ആസ് മോണോക്രോമാറ്റർ. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ മാറ്റി മാറ്റി ചോദിക്കുകയാണ്. ഓപ്ഷൻ എ ഫ്ലെയിം ഫോട്ടോമീറ്റർ, ഓപ്ഷൻ ബി ഫ്ലൂറിമീറ്റർ, ഓപ്ഷൻ സി സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഓപ്ഷൻ ഡി കളറിമീറ്റർ. ഏതാണ്? യെസ്, പ്രിസം യൂസ് ചെയ്യുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ മോണോക്രോമാറ്റർ യൂസ്ഡ് ഈസ് ഓപ്ഷൻ എ പ്രിസം, ഓപ്ഷൻ ബി ഫിൽട്ടർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു PSC യിൽ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. യെസ്, സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ മോണോക്രോമാറ്ററായിട്ട് പ്രിസം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോർ ഓപ്ഷൻ എ reducing the light transmitted, option B measurement of intensity of light transmitted, option C providing narrower wavelength monochromatic light, option D for measuring intensity of light absorbed. ഇവിടെ ജസ്റ്റ് എന്താണ് ആ മോണോക്രോമാറ്റിൻ്റെ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിൻ്റെ പണി അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്നാണ് ചോദിച്ചത്. നമ്മൾ എന്തിനാണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് യൂസ് ചെയ്യുന്നത്? യെസ്, മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരോവർ വേവ് ലെങ്ത് മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് അല്ലെങ്കിൽ പ്രിസം അല്ലെങ്കിൽ മോണോക്രോമാറ്റർ നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് വേറൊരു ഏരിയയിലേക്ക് കിടക്കാം, ദാറ്റ് ഈസ് ഫ്ലെയിം ഫോട്ടോമീറ്റർ അല്ലേ. ഫ്ലെയിം ഫോട്ടോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഓപ്ഷൻ എ ഡ്രഗ്സ്, ഓപ്ഷൻ ബി ആൽക്കലി മെറ്റൽസ്, ഓപ്ഷൻ സി ഫങ്ഷണൽ ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി കെമിക്കൽ സ്ട്രക്ചർ. ഈ ഫ്ലെയിം ഫോട്ടോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറില്ല, എന്തിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ആൽക്കലി മെറ്റൽ. അത് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് നോക്കാം. ഈ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു അനലിറ്റിക്കൽ ടെക്നിക്കാണ് ടു ഡിറ്റർമൈൻ ദ കോൺസെൻട്രേഷൻ ഓഫ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം, സർട്ടൻ മെറ്റൽ അയോൺസ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു മോണോക്രോമാറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചോദിക്കാം. മെറ്റൽ അയോൺ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, ആൽക്കലി മെറ്റൽ എന്നുള്ള രീതിയിൽ ചോദിക്കാം, ഇലക്ട്രോലൈറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേരെടുത്ത് തന്നെ സോഡിയം, പൊട്ടാഷ്യം എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ചോദിച്ചാലും സെയിം ആൻസർ എന്നാണ്. മെറ്റൽ അയോൺസ്, ആൽക്കലി മെറ്റൽസ്, ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഡിറ്റക്ഷൻ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലെയിം ഫോട്ടോമീറ്ററാണ്. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ഈ സൊല്യൂഷനിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലെയിം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ആറ്റമൈസ്ഡ് ആയിട്ടുള്ള മെറ്റൽ അയോണ് ദേ അബ്സോർബ് എനർജി ആൻഡ് ഗെറ്റ് എക്സൈറ്റഡ്. ആറ്റമൈസ്ഡ് ആയിട്ടുള്ള മെറ്റൽ അയോൺസ് ഹീറ്റഡ് ഇൻ എ ഫ്ലെയിം ദേ അബ്സോർബ് എനർജി ആൻഡ് ഗെറ്റ് എക്സൈറ്റഡ്. നമ്മൾ ആറ്റമൈസ്ഡ് ആയിട്ടുള്ള മെറ്റൽ അയോണിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അവർ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ചെയ്യും. പക്ഷേ ഈ ഒരു എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് കുറേ ടൈമിലേക്ക് ഉണ്ടാവില്ല. തിരിച്ചവർ നോർമൽ എനർജി ലെവലിലേക്ക് തന്നെ വരും. ആ ഒരു സമയത്ത് അവർ ലൈറ്റിനെ എമിറ്റ് ചെയ്യും, ഒരു ഡിഫറെൻറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ. അതായത് എല്ലാവരും ഒരേപോലെയുള്ള വേവ് ലെങ്ത്തിലല്ല, ഡിഫറെൻറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ അവർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ആ വേവ് ലെങ്ത്ത് അല്ലെങ്കിൽ ആ ലൈറ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് അത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൽക്കലി മെറ്റൽ അയോൺസിലാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഈ ആറ്റമൈസ്ഡ് ആയിട്ടുള്ള മെറ്റൽ അയോൺ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന, സൊല്യൂഷനിൽ ഉണ്ടാകുന്ന ഈ മെറ്റൽ അയോൺ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ എനർജി ഇതിന്ന് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യും. ഈ എക്സൈറ്റഡ് ലെവൽ കുറച്ച് കഴിഞ്ഞാൽ നോർമൽ എനർജി ലെവലിലേക്ക് തന്നെ മാറുന്ന സമയത്ത് അവരൊരു സ്പെസിഫിക് വേവ് ലെങ്ത് ലൈറ്റിനെ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതാണ് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ് വെൻ ആറ്റംസ് ആർ എക്സൈറ്റഡ് ബൈ ഫ്ലെയിം. ഫ്ലെയിമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ഫ്ലെയിം യൂസ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. തിരിച്ച് നോർമൽ ലെവലിലേക്ക് വരുമ്പോൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ആ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിറ്റക്ട് ചെയ്ത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മളിവിടെ എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ആറ്റമൈസർ യൂസ് ചെയ്യും. ഈ ആറ്റമൈസർ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സാമ്പിളിനെ നമുക്ക് സ്മോൾ ഡ്രോപ്ലെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ്റമൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിമാണ് അവിടെയുള്ള ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് മോളിക്യൂൾസിനെ ഫ്രീ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് കംപ്രസ്ഡ് ഗ്യാസ് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലെയിം എന്ത് ചെയ്യും, നമ്മളെ ഈ മോളിക്യൂൾസിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് മോളിക്യൂളിനെ ഫ്രീ ആറ്റമായിട്ട് മാറ്റും. പിന്നെ അവിടെ നമുക്കൊരു മോണോക്രോം, കാരണം ഇവിടുന്ന് നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പിളിന് നമ്മൾ സാമ്പിളിന് ശേഷമാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അപ്പോൾ അവിടെ നമുക്കൊരു മോണോക്രോമാറ്റർ ഉണ്ടാവും. ഈ മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ ലൈറ്റ് എമിറ്റ് ചെയ്ത ലൈറ്റിനെ മാത്രം നമുക്ക് അലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മോണോക്രോമാറ്റർ ഉള്ളത്. പിന്നെ അത് ഡിറ്റക്ട് ചെയ്യാനും നമുക്ക് മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ ഡിറ്റക്ടറും റീഡ് ഔട്ട് ഡിവൈസും ഉണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് അതിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫ്ലെയിം ഫോട്ടോമീറ്ററിൻ്റെ വരുന്നത്. നമുക്ക് അവിടെ ഒരു ആറ്റമൈസർ ഉണ്ടാവും, സാമ്പിൾസിനെ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു ഫ്ലെയിം ഉണ്ടാവും, അതായത് അവിടെ നമ്മൾ മോളിക്യൂൾസിനെ നമ്മൾ കംപ്രസ്ഡ് ഗ്യാസിൻ്റെ പ്രസൻസിൽ അവിടെ നമ്മൾ എന്തായിട്ട് മാറ്റും, മോളിക്യൂൾസിനെ ആറ്റംസ് ആക്കി മാറ്റും. പിന്നെ നമ്മൾ ഈ സാമ്പിൾസിനെ അങ്ങനെ അവർ ഒരു സ്പെസിഫിക് ലൈറ്റ്, അതെ ഹയർ എനർജി ലെവലിൽ പോയിട്ട് പിന്നെ ലോവർ എനർജിയിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് നമുക്ക് സ്പെസിഫിക് ലൈറ്റ്, നമുക്ക് എക്സ്ട്രാ വരുന്ന കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്തുണ്ടാവും, ഒരു മോണോക്രോമാറ്റർ ഉണ്ടാവും. അത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. യെസ്, മോണോക്രോമാറ്റർ ഉണ്ടാവും. ആ മോണോക്രോമാറ്റർ നോക്കിക്കേ, ഇവിടെയാണ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിലല്ല, എൻഡിങ്ങിലാണ് മോണോക്രോമാറ്റർ വരുന്നത് അല്ലേ. അതൊക്കെ നമുക്ക് എക്സാമിന് വേണമെങ്കിൽ പഠിച്ചു വെക്കാം കേട്ടോ. സാമ്പിൾ കഴിഞ്ഞിട്ടാണ് മോണോക്രോമാറ്റർ വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ടർ ഉണ്ട്. സോ ഇതാണ് ഫ്ലെയിം ഫോട്ടോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെയിമിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. യെസ്, നമുക്ക് 2 രീതിയിലുള്ള ഫ്ലെയിംസ് യൂസ് ചെയ്യാൻ പറ്റും. LPG ഫ്ലെയിംസും യൂസ് ചെയ്യാം, അസറ്റലീൻ ഫ്ലെയിമും യൂസ് ചെയ്യാം. LPG ഫ്ലെയിം എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു 1500 ഡിഗ്രി ആയിരിക്കും വരുന്നത്. നമ്മൾ വീക്ക്ലി ബോണ്ടഡ് മോളിക്യൂളായിട്ടുള്ള സോഡിയത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അസറ്റലീൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരു 2500 ഡിഗ്രിയിലായിരിക്കും വരുന്നത്. ഇപ്പോൾ സ്ട്രോങ്ലി ബോണ്ടഡ് ആയിട്ടുള്ള കാൽഷ്യത്തിനൊക്കെയാണ് നമ്മളത് അസറ്റലീൻ ഫ്ലെയിം യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഫ്ലെയിം 2 ടൈപ്പ് വരുന്നുണ്ട്. LPG ഫ്ലെയിമും വരുന്നുണ്ട്, അസറ്റലീനും. LPG എന്ന് പറയുമ്പോൾ സോഡിയത്തിന് യൂസ് ചെയ്യുക, അസറ്റലീൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് കാൽഷ്യം, ടൈറ്റ്ലി ബോണ്ട് ആയിട്ടുള്ള കാൽഷ്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേവ് ലെങ്ത് എമിറ്റഡ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ഓരോ മെറ്റൽ ആയതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത് ആയിട്ട് എമിറ്റ് ചെയ്യാം.
അല്ലാണ്ട് എല്ലാവരും ഒരേ വേവ് ലെങ്ത് എമിറ്റ് ചെയ്താൽ നമുക്ക് ഇതിനുള്ളിൽ ആരാ ഉള്ളതെന്ന് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ സോഡിയം ആണെങ്കിൽ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആ വേവ് ലെങ്ത് കണ്ടാൽ അതിനുള്ളിൽ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. സോ അതുപോലെ അവർ എമിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സോഡിയം എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 589 നാനോമീറ്റർ ആണ്, യെല്ലോ ആണ്. പൊട്ടാഷ്യം ആണെങ്കിൽ 766 നാനോമീറ്റർ ആണ്, ഒരു പർപ്പിൾ ഓർ വയലറ്റ് ആയിരിക്കും വരുന്നത്. കാൽഷ്യം എമിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു 462 നാനോമീറ്റർ ഓറഞ്ച് ആയിട്ടുള്ള കളറാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം യെല്ലോ ഒരു 589 നാനോമീറ്റർ, പൊട്ടാഷ്യം എന്ന് പറയുന്നത് 766 നാനോമീറ്റർ പേർപ്പിൾ ആയിരിക്കും, കാൽഷ്യം എന്ന് പറയുന്നത് 462 നാനോമീറ്റർ ഓറഞ്ചും ആയിരിക്കും. നമ്മളിത് യൂസ് ചെയ്യുന്ന ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മൾ ഈ ഒരു മെറ്റൽ അയോൺസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിലും വാട്ടറിലൊക്കെയുള്ള മെറ്റൽ അയോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഇൻ സെറം സാമ്പിൾ. കണ്ടോ, ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അവിടെ മെറ്റൽ അയോൺ ചോദിക്കുന്നതിന് പകരം സോഡിയം ആൻഡ് പൊട്ടാസ്യം എന്ന് ചോദിച്ചു. ആൻസർ എന്താണ്? യെസ്, ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. നെക്സ്റ്റ്, ഇക്വിപ്മെൻറ്റ് ഫ്ലെയിം ഫോട്ടോമീറ്റർ യൂസ് ടു മെഷർ ഹോർമോണ്, ഇലക്ട്രോലൈറ്റ്, എൻസൈമോ, വൈറ്റമിൻസ്. ഏതായിരുന്നു? സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചു. യെസ്, നമ്മൾ ഫ്ലെയിം ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലെയിം ഫോട്ടോമീറ്റർ ഈസ് യൂസ്ഡ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക് എമിഷൻ ബൈ മെറ്റൽ വെൻ എക്സൈറ്റഡ് ബൈ ഇലക്ട്രോൺ ബീം. ഓപ്ഷൻ ബി, given sufficient energy in the form of heat. Option C, rapidly heated and cooled. Option D, introduced in a strong magnetic field produced by hot electron. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ചോദിച്ചത്. നമ്മൾ പറഞ്ഞു മെറ്റൽ അയോണെ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെ ബേസിലാണ് എക്സൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യെസ്, നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് given sufficient energy ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അവർ സഫീഷ്യൻറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആണ്, ഗിവ് സഫീഷ്യൻറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ഏരിയ ആണ്. When a molecule absorb light at one wavelength and emit light at a longer wavelength is called. Option A, absorbance. Option B, ഫോസ്ഫോറസൻസ്. ഓപ്ഷൻ സി, ഫ്ലൂറസൻസ്. ഓപ്ഷൻ ഡി, ട്രാൻസ്മിറ്റൻസ്. അതായത് ഷോർട്ടർ വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്തിട്ട് ലോങ്ങർ വേവ് ലെങ്ത് എമിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് ഫ്ലൂറസൻസ്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇനി ഈ ഫ്ലൂറസെൻറ്റിൻ്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഫ്ലൂറിമെട്രീനെ കുറിച്ചാണ് കേട്ടോ. ഫ്ലൂറിമെട്രി എന്ന് പറഞ്ഞാൽ യെസ്, ദാറ്റ് ഈസ് എ ടെക്നിക് മെഷർ ഫ്ലൂറസൻസ് emitted by certain substance after absorb the lower wavelength UV light. ഇപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ വിസിബിൾ സ്പെക്ട്രവും അതേപോലെ തന്നെ UVയും ഇൻഫ്രാറെഡൊക്കെ കണ്ടു. അതിലേറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് ഏതായിരുന്നു? UV ആയിരുന്നു അല്ലേ. UV വിസിബിളിനേക്കാളും കുറഞ്ഞത് UV ആയിരുന്നു. അപ്പോൾ UV നമ്മൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിലുള്ളത് UVനെ അബ്സോർബ് ചെയ്തിട്ട് കുറച്ചും കൂടി വേവ് ലെങ്ത് കൂടിയതിനെ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ദറ്റ് മെഷർ ഫ്ലൂറസെൻസിനെയാണ് അവർ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ അബ്സോർബ് ചെയ്തിട്ട്? ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷനിലേക്ക് UV കൊടുക്കുകയാണ്. UV എന്ന് പറയുമ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. പിന്നെ അത് ലോങ്ങർ വേവ് ലെങ്ത്തിനെ എമിറ്റ് ചെയ്യും. ദറ്റ് ഈസ് ഫ്ലൂറസെൻസിനെ എമിറ്റ് ചെയ്യും. ആ ഫ്ലൂറസെൻസ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, so certain substances അതിൻ്റെ പ്രിൻസിപ്പിൾ certain substances absorb UV light, emit higher wavelength visible light. that process is called fluorescence എന്ന് പറയും. അപ്പോൾ UVനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ വേവ് ലെങ്ത് ആയിട്ടുള്ള വിസിബിൾ ലൈറ്റ്, നമ്മൾ ആ വേവ് ലെങ്ത് റേഞ്ച് പഠിച്ചേക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ ആ വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ 2 സോഴ്സ് വരും അല്ലേ. നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് ഏതായിരിക്കും? അതായത് എക്സൈറ്റേഷൻ സോഴ്സ് എന്ന് പറയുന്നത് UV ലൈറ്റ് ആയിരിക്കും. അതിൻ്റെ എമിറ്റ് ചെയ്യുന്നതോ എമിഷൻ ടൈപ്പ് ചെയ്തായിരിക്കും? ദാറ്റ് ഈസ് ഹയർ വേവ് ലെങ്ത് ദാൻ അബ്സോർബ്ഡ്. അബ്സോർബിനേക്കാളും ഹയർ ആയിട്ടുള്ള ഫ്ലൂറസെൻസ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എമിഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലൂറസെൻസ് ആയിരിക്കും. സോ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കീ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ നമുക്കതിൽ ഒരു എക്സൈറ്റേഷൻ ഫിൽറ്റർ ഉണ്ടാവും. എക്സൈറ്റേഷൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈമറി മോണോക്രോമേറ്റർ, നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു UV ലൈറ്റ് വേണമല്ലോ.
അത് സെലക്ട് ചെയ്യുന്നതിന് എക്സൈറ്റേഷൻ വേവ്ലെങ്ത് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സൈറ്റേഷൻ ഫിൽട്ടർ എന്ന് പറയുന്നത്. എമിഷൻ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി മോണോക്രോമാറ്റർ ഉണ്ട്. കാരണം ഓൾറെഡി ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ യു വി ലൈറ്റിനെ കടത്തിവിടും. അപ്പോൾ ആ യു വി ലൈറ്റ് കടത്തിവിടുന്ന അവിടെ നമുക്കൊരു മോണോക്രോമാറ്റർ വേണം. അത് കഴിഞ്ഞിട്ട് സൊല്യൂഷനിൽ വരുന്നത് ഒരു ഹയർ വേവ് ലെങ്ത് ആയിരിക്കും. സോ അവിടെയും നമുക്കൊന്ന് വേവ് ലെങ്ത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എമിറ്റഡ് വേവ് ലെങ്ത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമിഷൻ വേവ് ലെങ്ത് വേണം. പിന്നെ അവസാനം നമുക്ക് എമിറ്റ് ചെയ്ത ഫ്ലൂറസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ടറും വേണം. സോ നമുക്ക് പിക്ചർ നോക്കാം, അതിനുശേഷം ബാക്കിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് സോഴ്സ് കാണാം. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു എക്സൈറ്റേഷൻ ഫിൽട്ടർ ഉണ്ടാവും. കാരണം ലൈറ്റ് സോഴ്സിൽ നിന്ന് നമ്മളൊരു സെലക്റ്റഡ് ആയിട്ടുള്ള യു വി ലൈറ്റിനെ സെലക്ട് ചെയ്തു. അവിടുന്ന് നമുക്ക് പിന്നെയും അവിടുന്ന് സാമ്പിൾ ഉണ്ടാവും. സാമ്പിൾ ഹോൾഡറിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൽ നിന്ന് എമിഷൻ ഫിൽട്ടർ ഉണ്ടാവും. പിന്നെ നമുക്കതിനെ ഡിറ്റക്ടർ ജസ്റ്റ് ചെയ്തൊന്ന് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് തിരിച്ച് ബാക്കോട്ട് വരാം. നമുക്ക് ഈ ഫ്ലൂറസെൻ്റ് എമിറ്റ് ചെയ്യുന്ന കളർ ഉണ്ടാവില്ലേ, അത് ഓരോന്നും ഡിഫറെൻറ്റ് കളറായിരിക്കും. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓറമിൻ O2 എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. ഫ്ലൂറസിൻ ഐസോതയോസൈനേറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ ഗ്രീൻ ആണ്. റോഡമിൻ റെഡ് ആണ്. ലിസമിൻ ഗ്രീൻ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലൂറസൻസ് ഡിഫറെൻറ്റ് കളേർഡ് ആയിരിക്കും. അപ്പോൾ ഓറമിൻ എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ ആയിരിക്കും. ഫ്ലൂറസിൻ ഐസോതയനേറ്റ് ആപ്പിൾ ഗ്രീൻ ഫ്ലൂറസൻസ് ആണ്. റോഡമിൻ ആണെങ്കിൽ റെഡ് ആണ്. ലിസമിൻ ആണെങ്കിൽ ഗ്രീൻ ആണ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫ്ലൂറസൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DNA പ്രോട്ടീൻ ലാബലിങ്ങിനൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളാണ് മെയിൻലി വരുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ബയോളജിക്കൽ കെമിക്കൽ അനാലിസിസിനൊക്കെ നമുക്ക് ഈ ഫ്ലൂറോമെട്രി യൂസ് ചെയ്യുക, ഫ്ലൂറസെൻസ് മെഷറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എങ്ങനെയായിരുന്നു ഫ്ലൂറസെൻ്റെ പ്രിൻസിപ്പിൾ എന്താ, ഫ്ലെയിം ഫോട്ടോമീറ്ററിൻ്റെ നമ്മൾ പ്രിൻസിപ്പിൾ കണ്ടു. അതേപോലെ ഫ്ലൂറസെൻസിൻ്റെ ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള യു വിനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ വേവ് ലെങ്ത്തിനെ എമിറ്റ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഫ്ലൂറസെൻസ് ഡിഫറെൻറ്റ് കളേർഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറും പഠിച്ചു വെക്കുക. അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ടറും ഉണ്ടാവും. പിന്നെ ആ ഒരു സാമ്പിളിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് രണ്ട് ഫിൽറ്റേഴ്സ് ഉണ്ടാവും. എക്സൈറ്റേഷൻ ഫിൽറ്ററും ഉണ്ടാവും, എമിഷൻ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. കാരണം രണ്ടിലും മോണോക്രോമാറ്റർ പ്രസൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് pH ഈസ് ബൈ യൂസിങ് ഓപ്ഷൻ എ pH മീറ്റർ, ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റർ, ഓപ്ഷൻ സി ബഫർ സൊല്യൂഷൻ, ഓപ്ഷൻ ഡി യൂറിനോമീറ്റർ. നമ്മൾ pH മെഷർ ചെയ്യുന്ന ആക്യുറേറ്റ് മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ്സ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് pH മീറ്റർ ആണ്. pH മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മളുടെ ഒരു സൊല്യൂഷൻ്റെ pH മെഷർ ചെയ്യുക. pH മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലേ. pH എന്ന് പറയുന്നത് യെസ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, നെഗറ്റീവ് ലോഗറിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡെഫിനേഷൻ. യെസ്, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, ഈ pH മീറ്റർ എന്ന് പറയും. ഈ pH മീറ്ററിൽ നമുക്ക് 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഈ ഗ്ലാസ് ഇലക്ട്രോഡ്സും ഉണ്ടാവും, അതുപോലെ റെഫറൻസ് ഇലക്ട്രോഡ്സും ഉണ്ടാവും. സോ ഈ ഗ്ലാസ് ഇലക്ട്രോഡ്സും ഈ റെഫറൻസ് ഇലക്ട്രോഡും അതിൻ്റെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ്റെ ബേസിൽ അത് ചേഞ്ച് ചെയ്യും. അതിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത്. ദാറ്റ് മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലാസ് ഇലക്ട്രോഡ്സ് ആൻഡ് reference electrode which changes based on the hydrogen ion concentration of solution. നമ്മളൊരു pH മീറ്റർ നമ്മൾ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ അയണിലുള്ള കോൺസെൻട്രേഷൻ ഈ ഗ്ലാസ് ഇലക്ട്രോഡ്സിലും റെഫറൻസ് ഇലക്ട്രോഡ്സിലും ഉണ്ടാകുന്ന ചേഞ്ചസിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അത് നമ്മളവിടെ മെഷർ ചെയ്യാൻ ചെയ്യും. ഞാൻ ജസ്റ്റ് നമ്മളൊരു pH മീറ്ററിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് pH മീറ്ററിൻ്റെ പിക്ചറായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം അതിൽ ഓരോ ഇലക്ട്രോഡ്സും. സോ അതിൽ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഒരു ഗ്ലാസ് ഇലക്ട്രോഡ്സ്, അതിനെ നമ്മൾ ആക്റ്റീവ് ടെസ്റ്റ് ഇലക്ട്രോഡ്സ് എന്ന് പറയും. പുറത്ത് കാണുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് ഇലക്ട്രോഡാണ് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ താഴെ ഒരു ബൾബ് പോലെ ഉണ്ടാവും. ദാറ്റ് കണ്ടെയ്ൻ എ ഗ്ലാസ് ബൾബ് വിത്ത് 0.01 നോർമൽ HCl ഉണ്ടാവും.
ദാറ്റ് സെലക്റ്റീവ്ലി പെർമിയബിൾ ടു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ സെലക്റ്റീവ്ലി അത് പെർമിയബിൾ ആവുന്ന തരത്തിലായിരിക്കും ഈ ഒരു ഗ്ലാസ് ഇലക്ട്രോഡ്സ് എന്ന് പറയും. രണ്ടാമത്തത് റെഫറൻസ് ഇലക്ട്രോഡ്. സോ അത് ഫിൽഡ് വിത്ത് സാച്ചുറേറ്റഡ് പൊട്ടാഷ്യം ക്ലോറൈഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റേബിൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ഒരു സ്റ്റേബിൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെഫറൻസ് ഇലക്ട്രോഡിൽ എന്ത് ഫിൽ ചെയ്തിട്ടുണ്ടാവും? പൊട്ടാഷ്യം ക്ലോറൈഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സൊല്യൂഷനിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ എൻഡിൽ ഒരു ബൾബ് ഉണ്ടാവും. അത് ഒരു HCl 0.01 നോർമൽ HCl വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ടാവും. അത് സെലക്റ്റീവ്ലി ഈ ഹൈഡ്രജൻ അയണിന് പെർമിയബിൾ ആയിട്ടുള്ളതായിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ റെഫറൻസ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ഫിൽ ചെയ്തിട്ടുണ്ടാവും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നിലനിർത്താൻ വേണ്ടി. ഇനി അതെങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗ്ലാസ് ഇലക്ട്രോഡ്സ് ഇൻട്രാക്ട് വിത്ത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഗ്ലാസ് ഇലക്ട്രോഡാണ് ആ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യും. സോ അതിലുള്ള ഈ ഒരു ഹൈഡ്രജൻ സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അയോണുമായിട്ട് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഇൻട്രാക്ട് ചെയ്യും. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ടെസ്റ്റ് ആൻഡ് റെഫറൻസ് ഇലക്ട്രോഡ്. സോ അവിടെ അപ്പം എന്ത് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ pH മീറ്റർ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലായിട്ട് കൺവേർട്ട് ദിസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ടു pH റീഡിംഗ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യും. പ്രിൻസിപ്പിളൊക്കെ പോട്ടെ, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു റെഫറൻസ് ഇലക്ട്രോഡും ഗ്ലാസ് ഇലക്ട്രോഡും ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസ് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. സോ ആ pH വാല്യൂ നമുക്ക് ഡിജിറ്റലി റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും pH മെഷർമെൻറ്റിന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു pHന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് pH മീറ്ററാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആ pH മീറ്റർ കാണാം, ഗ്ലാസ് ഇലക്ട്രോഡ് കാണാം, ഒരു ബൾബ് കാണാം, HCl പിന്നെ അതിന് ഒരു റെഫറൻസ് ഇലക്ട്രോഡ്സ് ഉണ്ട്, അതിൽ KCl സൊല്യൂഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതെങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെയാണ് നമ്മളൊരു സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുന്നത്. ഞാൻ തിയറി ആയിട്ട് കുറേ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിഷൻ റിയാക്ഷൻ ഈസ് എംപ്ലോയിഡ് ഇൻ വിച്ച് അസേ? ലൈറ്റ് എമിഷൻ റിയാക്ഷൻ. ഓപ്ഷൻ എ RIA, ഓപ്ഷൻ ബി HPLC, ഓപ്ഷൻ സി ELISA, ഓപ്ഷൻ ഡി ക്ലിയർ. ലൈറ്റ് എമിഷൻ റിയാക്ഷൻ എംപ്ലോയ് ചെയ്യുന്നത് ഈ ക്ലിയയിലാണ്. ക്ലിയ എന്ന് പറഞ്ഞാൽ കെമിലൂമിനസെൻറ്റ് ഇമ്മ്യൂണോ അസേ. എന്താണ് ഈ കെമിലൂമിനസെൻസ് ഇമ്മ്യൂണോ അസേ എന്ന് നമുക്ക് കെമിലൂമിനസെൻസ് എന്താണെന്ന് നോക്കാം. കെമിലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഇൻ വിച്ച് ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് റിക്വയറിങ് എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ്. ഇവിടെയൊക്കെ നമ്മൾ പല രീതിയിലുള്ള ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ട്, ഇപ്പോൾ ഫോട്ടോമീറ്ററിലായിക്കോട്ടെ, സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഒരു ലൈറ്റ് സോഴ്സ് കൊടുത്തു, കുറച്ച് അബ്സോർബ് ചെയ്യും, എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. പിന്നെ ഫ്ലെയിമിലാണെങ്കിലും ഇപ്പോൾ ഈ അധികത്തിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ട്, ഇപ്പോൾ ഫ്ലെയിമിലാണെങ്കിൽ ഫ്ലെയിം കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഫ്ലൂറസെൻസിലാണെങ്കിൽ UV കൊടുത്തിട്ട് കുറച്ചും കൂടി ഹയർ വേവ് ലെങ്ത് കിട്ടും. ലൈറ്റ് കൊടുത്തിട്ട് നമുക്ക് എമിറ്റ് ചെയ്യുന്ന ലൈറ്റാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണലി നമ്മൾ ലൈറ്റ് ഒന്നും കൊടുക്കണ്ട. സൊല്യൂഷനിലെ കെമിക്കൽ റിയാക്ഷൻസ് കാരണം ലൈറ്റ് അവരെന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ലൈറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ലൈറ്റ് എമിഷൻ ഡ്യൂ ടു ദ ഓക്സിഡേഷൻ ഓഫ് luminol or other chemiluminescent compound. chemiluminescent compound ഓക്സിഡേഷൻ, അതിങ്ങനെ അതിനൊരു എക്സാമ്പിളാണ് ഈ ലുമിനോൾ എന്ന് പറയുന്നത്. ഈ ലുമിനോളിൻ്റെ ഓക്സിഡേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് എമിഷൻസ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ലൈറ്റ് പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കാരണം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ലൈറ്റാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ലൈറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കെമിക്കൽ റിയാക്ഷൻ കാരണം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ കെമിലുമിനസെൻസിലാണെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ. പക്ഷേ ബയോലുമിനസെൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മിന്നാമിന്നി പറയാറില്ലേ, ആ മിന്നാമിന്നിയിൽ ഉണ്ടാകുന്നത് ഒരു ബയോലുമിനസെൻസ്, ബയോളജിക്കൽ റിയാക്ഷൻസ് കാരണം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ അവർ സെൽഫായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് കാരണം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കെമിലുമിനസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈലി സെൻസിറ്റീവ് മെത്തേഡാണ്. പിന്നെ എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ കെമിലുമിനസെൻസ് മെത്തേഡിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ എക്സ്ട്രാ ലൈറ്റ് സോഴ്സ് ആയിട്ട് ടങ്സ്റ്റൺ ലാമ്പ്, ഹാലജൻ ലാമ്പ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഫാൾസ് ആണ്. ഇതിൽ ലൈറ്റ് ആവശ്യമില്ല. നമുക്ക് ഇവിടെ കെമിലുമിനസെൻസ് സബ്സ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ,
മോസ്റ്റ് ഇമ്മ്യൂണോളജിക്കൽ ഡിറ്റക്ഷൻ മെത്തേഡിൽ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് മാർക്ക് ഈ ഹോർമോണിൻ്റെ ടെസ്റ്റിങ്ങിനും അതുപോലെ ഡിസീസ് മാർക്കർ, കാർഡിയാക് മാർക്കർ അങ്ങനെയുള്ള ടെസ്റ്റിങ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോറൻസിക് സയൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കെമിലുമിനസെൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹോർമോൺ ടെസ്റ്റിങ്ങിന്, ഡിസീസ് കാർഡിയാക് മാർക്കർ, അതുപോലെ തന്നെ ഇമ്മ്യൂണോ അസേ. ഇത് ജസ്റ്റ് അതിൻ്റെ പിക്ചറാണ്. നമുക്കിവിടെ പ്ലേറ്റ് ഉണ്ടാവും, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കെമിലുമിനസെൻസ് സബ്സ്ട്രേറ്റ് കൊടുക്കും. അപ്പോൾ അതെന്തായിട്ട് മാറും, ലൈറ്റിനെ എന്ത് ചെയ്യിപ്പിക്കും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കെമിലുമിനസെൻ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ലുമിനോൾ ആഡ് ചെയ്യുമ്പോഴാണ് ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുമ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യല്ല. ആ കെമിലുമിനസെൻ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of centrifuge is used for the separation of blood component in blood bank? Option A, hand centrifuge. Option B, refrigerated centrifuge. Option C, electric centrifuge. Option D, ultra centrifuge. ഏത് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആണ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബ്ലഡ് ബാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഫ്രിജറേറ്റഡ് സെൻട്രിഫ്യൂജ് ആണ് അല്ലേ. സെൻട്രിഫ്യൂജിനെ കുറിച്ച് 1-2 പോയിന്റ്സുകൾ നോക്കാം. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു സൊല്യൂഷൻസിന്ന് സെപ്പറേഷൻസിന് വേണ്ടി സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡെൻസിറ്റീൻ്റെ ബേസിൽ സൊല്യൂഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തിട്ട് ഒരു സൊല്യൂഷനെ അതിൻ്റെ ഡെൻസിറ്റീൻ്റെ ബേസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്ലഡ് എടുത്ത് നമ്മളതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടിയ ബ്ലഡ് സെൽസുകളെല്ലാം താഴെയും ഡെൻസിറ്റി കുറഞ്ഞ പ്ലാസ്മ മുകളിലും നമുക്ക് കാണാൻ പറ്റും. നമ്മളവിടെ എന്ത് അപ്ലൈ ചെയ്തുകൊണ്ടാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? നമ്മൾ സാമ്പിൾ ഹൈ സ്പീഡിൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾ താഴോട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി താഴോട്ട് വരികയും ലൈറ്റർ ആയിട്ടുള്ളത് മുകളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉണ്ടാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് മോട്ടർ എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസൈഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഈ മോട്ടർ എന്ന് പറയുന്നത്. റോട്ടർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഹോൾഡ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ സാമ്പിൾ ബക്കറ്റ് ഉണ്ടല്ലോ, അത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഹോൾഡറിനെയാണ് നമ്മൾ റോട്ടർ എന്ന് പറയുന്നത്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിൻസ് വിത്ത് മോട്ടർ ആൻഡ് ഹോൾഡ് ദ റോട്ടർ. അതായത് നമ്മൾ മോട്ടർ ആൻഡ് ഹോൾഡ് ദ റോട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കണക്ഷനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ കാർബൺ ബ്രഷസ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കവർ ചെയ്യാൻ വേണ്ടി ലിഡ് ഉണ്ടാവും. സാമ്പിൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കറ്റ്സ് ഉണ്ടാവും. വേണമെങ്കിൽ പിക്ചർ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാമ്പിൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ ഹോൾഡർ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു സാമ്പിൾ ഹോൾഡറിനെ ഹോൾഡ് ചെയ്യുന്നതാണ് റോട്ടർ എന്ന് പറയുന്നത്. അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടർ വഴിയാണ്. ഈ ഇലക്ട്രിക് മോട്ടറിനെ റോട്ടറിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോട്ടർ ഉണ്ടാവും. നമുക്കതിൽ ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ എന്ന് പറഞ്ഞിട്ട്, ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിട്ടുള്ള ഒരു 40 ഡിഗ്രി സെൽഷ്യസിൽ ചരിഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ആംഗിൾസിലാണ് നമുക്ക് ഈ ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മളധികം സെറോളജിയിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് സാമ്പിൾ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും സാമ്പിൾസ്. നമ്മളൊരു ആംഗിൾ ഓഫ് ട്യൂബ് വാളിൽ സെഡിമെൻറ്റിൽ ഒരു ആംഗിൾ ഉണ്ടാവും. കാരണം ആ ഒരു റോട്ടർ ഉള്ളത് എങ്ങനെയാണ്, ഒരു 40 ഡിഗ്രിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ആയിരിക്കും നമ്മളെ സാമ്പിൾ കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തത് സ്വിങ്ങിങ് ബക്കറ്റ് എന്ന് പറയുന്നത് ദാറ്റ് മൂവ് ഹൊറിസോണ്ടൽ പൊസിഷൻ. അത് സ്പിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും അത് സ്പിൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വെർട്ടിക്കൽ റോട്ടർ ഉണ്ട്. വെർട്ടിക്കൽ റോട്ടർ എന്ന് പറയുമ്പോൾ ബക്കറ്റ് റിമൈൻ പാരലൽ ടു ദ
വെർട്ടിക്കൽ റോട്ടർ എന്ന് പറയുമ്പോൾ ബക്കറ്റ് റിമെയിൻ പാരലൽ ടു ദ റോട്ടർ ആക്സിസ്. ഈ റോട്ടർ ആക്സിസിന് പാരലലായിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മളുടെ ബക്കറ്റ് ഉണ്ടാവുക. വെർട്ടിക്കൽ ആയിട്ടായിരിക്കും ഉള്ളതെങ്കിൽ വെർട്ടിക്കൽ റോട്ടർ എന്ന് പറയാം. സോ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ സ്വിങ്ങിങ് ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ടു ദ പൊസിഷൻ ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോന്നാണ് ഡിഫറെൻറ്റ് ഫിക്സഡ് ആംഗിൾ ഉണ്ടാവും, അത് ആംഗിളിലായിരിക്കും. പിന്നെ സ്വിങ്ങിങ് ബക്കറ്റ് ആണെങ്കിൽ അത് ഹൊറിസോണ്ടലി ആയിരിക്കും വരുന്നത്, വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കലി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സെൻട്രിഫ്യൂജ് റിലേറ്റഡ് ആയിട്ട് 1-2 കാൽക്കുലേഷൻസ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ് ഈ RCFൻ്റെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ചോദിക്കാം. RCF എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1.118 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു R ഇൻറ്റു RPM സ്ക്വയർ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും എഴുതിയതാണ്. 1.118 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു R ഇൻറ്റു RPM സ്ക്വയർ. ഇതിൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ പെർ മിനിറ്റ്സ് ആണ് കേട്ടോ. RPM മീൻസ് റെവല്യൂഷൻ പെർ മിനിറ്റ്സ്. RCF എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് അപ്ലൈഡ് ടു ദ സാമ്പിൾ ആണ്. അത് മെഷർ ചെയ്യുന്നത് ജിയിലാണ് കേട്ടോ. മെഷർ ചെയ്യുന്നത് ജിയിലാണ്. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ RCFൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ RCF ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1.118 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു R ഇൻറ്റു RPM സ്ക്വയർ ആണ്. അത് മെഷർ ചെയ്യുന്നത് ജിയിലാണ്. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂജിൻ്റെ ഏരിയയിൽ പറയാനുള്ളത്. ഇനി നമ്മളെ ലാബിൽ അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ലാബിൽ യൂസ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെൻറ്റ്സ് മൊത്തത്തിലൊന്ന് ഓവർവ്യൂ നോക്കുകയാണ്. കാരണം ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് PYQയിൽ ഇല്ലാത്ത കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സും കൂടിയുണ്ട്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയല്ല ചെയ്യുന്നത്, ചിലത് നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ കളറിമീറ്റർ ആണ്. കളറിമീറ്റർ നമുക്കറിയാം, നമ്മളതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് മെഷർ അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ആണ്. അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എന്നുള്ള ബിയർ-ലാംബേർട്സ് ലോ ആണ് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. സോ അവിടെ നമുക്ക് ടങ്സ്റ്റൺ ഹാലജൻ ലാംപ്സ് ഉണ്ടാവാം, അതുപോലെ ഗ്ലാസിൻ്റെ ഫിൽറ്റേഴ്സും ഫോട്ടോ ഡിറ്റക്ടറും ആണ് നല്ല കീ കമ്പോണൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഗ്ലൂക്കോസ്, HB, അതുപോലെ ക്രിയാറ്റിൻ, ബിലിറുബിൻ എസ്റ്റിമേഷനൊക്കെയാണ് നമ്മൾ കളറിമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സെയിം നമ്മളുടെ ബിയർ-ലാംബേർട്സ് ലോ എന്നാണ്. പക്ഷേ നമുക്ക് അവിടെ എന്താണ് UV സ്പെക്ട്രം കൂടി, UV ആൻഡ് വിസിബിൾ സ്പെക്ട്രം മെഷർ ചെയ്യുക എന്നുള്ളതാണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ. സോ അവിടെ നമ്മൾ സിനോൺ ഓർ ഡ്യൂട്ടീരിയം ലാമ്പാണ് ഈ യൂസ് ചെയ്യുന്നത് UV റീജിയനിൽ. വിസിബിൾ റീജിയനിൽ ഹാലജൻ ഓർ ടങ്സ്റ്റൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു മോണോക്രോമാറ്ററായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിസം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് യൂസ് ചെയ്യാം. പിന്നെ ഫോട്ടോ ഡിറ്റക്ടറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ മെയിൻലി DNA RNA ക്വാണ്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, ഡ്രഗ് അനാലിസിസിന്, എൻസൈം കൈനറ്റിക്സിനൊക്കെയാണ് നമ്മൾ ഈ സ്പെക്ട്രോഫോട്ടോമീറ്റർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലൂറിമീറ്റർ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് മെഷർ ദ ഫ്ലൂറസൻസ് എമിറ്റഡ് ബൈ ഫ്ലൂറോഫോർ. ഈ ഫ്ലൂറോഫോർ എമിറ്റ് ചെയ്യുന്ന ഫ്ലൂറസൻസ് ആണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സോ നമുക്ക് അതിന് വേണ്ട കീ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു എക്സൈറ്റേഷൻ എമിഷൻ ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അതായത് എക്സൈറ്റേഷൻ എമിഷൻ മോണോക്രോമാറ്റർ നമുക്ക് വേണ്ടിയിരുന്നു. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബും വേണം. പിന്നെ നമുക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറോക്രോം അല്ലെങ്കിൽ ഫ്ലൂറോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ, പ്രോട്ടീൻ, ഹോർമോൺസ്, ഇമ്മ്യൂണോ ആസേ, ഡ്രഗ് ഡിറ്റക്ഷൻസിനൊക്കെ നമുക്ക് ഫ്ലൂറോമെട്രി അല്ലെങ്കിൽ ഫ്ലൂറോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കെമിയോലുമിനസൻസ് ആണെങ്കിൽ നമ്മൾ ലൈറ്റ് എമിറ്റഡ് ഫ്രം കെമിക്കൽ റിയാക്ഷൻസ് വഴി ഉണ്ടാവുന്ന ലൈറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ലുമിനോള്, അക്രിഡിയം എസ്റ്റേഴ്സ്, അതുപോലെ ലൂസിഫറേസ്, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബൊക്കെയാണ് നമുക്ക് കീ കമ്പോണൻ്റ് ആയിട്ട് വേണ്ടത്. നമ്മളത് THS, അതുപോലെ ട്യൂമർ മാർക്കർ ഡിറ്റക്ഷനും ഇമ്മ്യൂണോ ആസേക്കും ഒക്കെയാണ് ഈ കെമിലുമിനസൻസ് അനലൈസർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നെഫ്ലോമീറ്റർ. നെഫ്ലോമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് മെഷർ ദ ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾ. അതായത് നമ്മൾ സൊല്യൂഷനിൽ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾ ലൈറ്റ് സ്കാറ്ററിങ് ആണ് ചെയ്യുന്നത്.
സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ആ ലൈറ്റ് സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇവിടെ ലൈറ്റ് സോഴ്സും ഉണ്ടാവും. ഈ ഫോട്ടോ ഡിറ്റക്ടർ നമ്മൾ 90 ആംഗിളിലാണ് വെക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെഫ്ലോമീറ്ററിൽ ഈ ഫോട്ടോ ഡിറ്റക്ടർ 90 ഡിഗ്രി ആംഗിളിലാണ് വെക്കുന്നത്. ഇമ്യൂണോഗ്ലോബിൻ ക്വാണ്ടിഫിക്കേഷനും CRPക്കും ഒക്കെ നമുക്ക് നെഫ്ലോമീറ്റർ യൂസ് ചെയ്യാം. എന്നാൽ ടെർബിഡിമീറ്റർ ആണെങ്കിൽ ദാറ്റ് ലൈറ്റ് റിഡക്ഷൻ ഡ്യൂ ടു ടെർബിഡിറ്റി, ദാറ്റ് മെഷർ ലൈറ്റ് റിഡക്ഷൻ ഡ്യൂ ടു ടെർബിഡിറ്റി കാരണം ഉണ്ടാകുന്ന ലൈറ്റ് റിഡക്ഷനെയാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, പക്ഷേ ഫോട്ടോ ഡിറ്റക്ടർ എന്താണെന്ന് അവിടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ലൈനിലായിരുന്നു. നെഫ്ലോമീറ്ററിൽ എന്താണ് 90 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ ഇവിടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ലൈനിലാണ് എന്ത് വെക്കുന്നത്, ഫോട്ടോ ഡിറ്റക്ടർ വെക്കുന്നത്. ഈ ബാക്ടീരിയൽ ഗ്രോത്ത് സ്റ്റഡിക്ക്, കൊയാഗുലേഷൻ ടെസ്റ്റിന്, യൂറിൻ പ്രോട്ടീൻ അനാലിസിസ്, ടെർബിഡായിട്ട് വരുന്നതിനാണ് നമ്മൾ ഈ ടെർബിഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോ സൈറ്റോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സെല്ലിൻ്റെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും ഈ ഫ്ലോ സൈറ്റോമീറ്ററിൽ. നമുക്കതിൽ എന്താണ് ഈ ഫ്ലൂയിഡ് ഡിസ്ക് സിസ്റ്റം, ലേസർ, അതുപോലെ ഫ്ലൂറസെൻറ്റ് ഡിറ്റക്ടറൊക്കെ നമുക്ക് ഈ ഫ്ലോ സൈറ്റോമീറ്ററിൽ, നമ്മൾ ഈ ഫ്ലോ സൈറ്റോമീറ്റർ കൂടുതലായിട്ട് ഹെമറ്റോളജി ഏരിയയിൽ കവർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ CD4 T സെൽ കൗണ്ട്, ലുക്കീമിയ ഡയഗ്നോസിസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലോ സൈറ്റോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്ലെയിം എമിഷൻ ഫോട്ടോമീറ്റർ എന്ന് പറയുമ്പോൾ മെഷർ ദ എമിറ്റഡ് ലൈറ്റ് ഫ്രം എക്സൈറ്റഡ് മെറ്റൽ. നമ്മൾ ഫ്ലെയിം കൊടുക്കും, അപ്പം മെറ്റൽ അയോൺസ് എക്സൈറ്റ് ചെയ്യും. ആ എക്സൈറ്റ് ചെയ്തത് നോർമൽ എനർജി ലെവലിലേക്ക് വരുമ്പോൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ആ എമിറ്റഡ് ലൈറ്റിനെയാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഹോളോ കാഥോഡ് ലാമ്പ്, ഫ്ലെയിം സോഴ്സ്, ഫോട്ടോ ഡിറ്റക്ടറൊക്കെ ഉണ്ടാവും. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, ലിഥിയത്തിൻ്റെ എസ്റ്റിമേഷനൊക്കെയാണ് നമ്മൾ മെയിൻലി അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് മെഷർ ദ ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ വാപ്പറൈസ്ഡ് ആയിട്ടുള്ള ആറ്റം അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ദാറ്റ് മെഷർ ദ ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ വാപ്പറൈസ്ഡ് ആറ്റം. അവിടെയും ഹോളോ കാഥോഡ് ട്യൂബും ആറ്റോമൈസറും അതുപോലെ ഡിറ്റക്ടറൊക്കെയാണ് ഉണ്ടാവുന്നത്. അവിടെ ഹീറ്റ് എന്നുള്ളതല്ല വരുന്നത്. നെക്സ്റ്റ് ട്രേസ് എലമെൻറ്റ് അനാലിസിസ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം, ലെഡ്, ആർസനിക്, മെർക്കുറി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാൽഷ്യം, മെഗ്നീഷ്യം, ലെഡ്, ആർസനിക്, മെർക്കുറി ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. നെക്സ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ്, അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡും റെഫറൻസ് ഇലക്ട്രോഡ്സും അയൺ സെലക്റ്റീവ് മെംബ്രെയിനൊക്കെ ആയിരിക്കും കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഈ pH മെഷർമെൻറ്റിന്, ഇലക്ട്രോലൈറ്റ് അനാലിസിസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് അനാലിസിസിന് നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്ന അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ്. പിന്നെ കോളോമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് മെഷർ ടോട്ടൽ ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിസിറ്റിയാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അവിടെ ഇലക്ട്രോ കെമിക്കൽ സെൽസും റെഫറൻസ് ഇലക്ട്രോഡ്സ് ആയിരിക്കും കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. ക്ലോറൈഡ് അയൺ ഡിറ്റർമിനേഷൻ നമുക്ക് ഈ ക്ലോറിമീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ക്ലോറൈഡ് അയൺ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ കോളോമീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആംപെറോമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് മെഷർ ദ കറണ്ട് ഇൻ റിഡോക്സ് റിയാക്ഷൻ. അതേപോലെ തന്നെ അതിൽ നമുക്ക് കമ്പോണൻ്റ് ആയിട്ട് വരുന്നത് ക്ലാർക്ക് ഇലക്ട്രോഡ്സും അതുപോലെ തന്നെ പ്ലാറ്റിനം കാഥോഡുമാണ്. ബ്ലഡ് ഗ്യാസ് അനാലിസിസിന് PO2ൻ്റെ മെഷർമെൻറ്റിനൊക്കെയാണ് ഈ ആംപെറോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് സെൻട്രിഫ്യൂജ്, നമ്മൾ ഓൾറെഡി നമ്മളെ സൊല്യൂഷൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂജാണ് നമുക്ക് പറയാം. സോ ഇത്രയാണ് നമ്മൾ ബേസിക്. ഞാൻ ലാസ്റ്റുള്ളത് ജസ്റ്റ് ആ പോയിന്റുകൾ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ ആ പോയിന്റുകൾ വെച്ചിട്ട് പഠിച്ചു വെക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഓൾറെഡി ഇപ്പോൾ MLT ബാക്ക്ഗ്രൗണ്ടിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഇത് വീഡിയോ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ അത്യാവശ്യം വ്യൂസും അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസും കാണുമ്പോഴാണ്. താങ്ക് യു.